അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിൽ മുർസലീൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ അമ്മാ ബഅദ് വമാ തൗഫീഖി ഇല്ലാ ബില്ലാഹി അലൈഹി തവക്കൽതു വഇലൈഹി ഉനീബ്. അല്ലാഹുമ്മ റബ്ബി ഇശ്റഹ് ലി സ്വദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. വസ്സലാത്തു വസ്സലാമു അലൈക യാ സയ്യിദി യാ റസൂലല്ലാഹ് ഖുദ് ബിയദി ഖല്ലത ഖീലതി അദ്രിക്കിനി യാ റസൂലല്ലാഹ് യാ ഹബീബല്ലാഹ്. ബഹുമാനമുള്ള സുഹൃത്തുക്കളെ, ബഹുമാനമുള്ള പ്രേക്ഷകരെ, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അള്ളാഹു നമ്മളെ അനുഗ്രഹിക്കട്ടെ, അള്ളാഹു നമ്മളെ സ്വീകരിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, വളരെ പ്രധാനപ്പെട്ട, നമുക്കൊക്കെ ഏറെ ഉപകാരപ്പെടുന്ന ഒരു വീഡിയോയാണ് ഇന്ന് നാം ഇൻഷാ അല്ലാഹ് നിങ്ങൾക്ക് മുമ്പിൽ സമർപ്പിക്കുന്നത്. നിങ്ങളെല്ലാവരും ഇതിൻ്റെ അവസാനം വരെയും കേൾക്കുകയും നമ്മുടെ സുഹൃത്തുക്കളിലേക്കൊക്കെ ഇത് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യണമെന്ന് വളരെ വിനയത്തോടെ നിങ്ങളോടൊക്കെ അറിയിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, വളരെയേറെ നിരാശ നിറഞ്ഞൊരു ലോകത്താണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. ഏത് തരത്തിൽ നോക്കിക്കഴിഞ്ഞാലും പാവപ്പെട്ടവർക്ക്, അല്ലെങ്കിൽ പീഡിതർക്ക്, അല്ലെങ്കിൽ പ്രയാസം അനുഭവിക്കുന്നവർക്ക് പ്രതീക്ഷ കൊടുക്കുന്നതിന് പകരം നിരാശ നൽകിക്കൊണ്ട് അവരെ വലിയ ദുഃഖത്തിലേക്ക് തന്നെ അവരെ തള്ളിവിടുന്ന ഒരു ലോകത്ത് ജീവിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് അല്ലാഹു സുബ്ഹാനഹു തആല നൽകിയ സന്ദേശം എന്താണ് എന്ന് നമ്മളൊന്ന് നോക്കൽ അനിവാര്യമാണ്. അതിലൂടെ നമുക്കൊരുപാട് മാനസികമായ സന്തോഷങ്ങൾ ലഭിക്കുന്നൊക്കെ തന്നെ ചെയ്യും എന്നാണ് എൻ്റെ വിശ്വാസം. അല്ലാഹു നമ്മളെ അനുഗ്രഹിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, അല്ലാഹു സുബ്ഹാനഹു തആല നമ്മളോടൊരിക്കലും നിരാശപ്പെടാൻ പറഞ്ഞിട്ടില്ല. പ്രതീക്ഷിക്കാനാണ്, പ്രതീക്ഷയോടെ നിലകൊള്ളാനാണ് അള്ളാഹു പറഞ്ഞിട്ടുള്ളത്. നോക്കൂ നിങ്ങൾ, അള്ളാഹു തആല യഥാർത്ഥത്തിൽ തെറ്റ് ചെയ്ത ആളുകൾക്ക് ശിക്ഷ അള്ളാഹ് നൽകുന്നുണ്ട്. അത് അള്ളാഹുവിൻ്റെ നീതിയാണല്ലോ. പക്ഷേ അങ്ങനെ തെറ്റ് ചെയ്ത ആളുകളോടും അള്ളാഹു എന്താ പറഞ്ഞിട്ടുള്ളത്? ഖുൽ യാ ഇബാദിയല്ലദീന അസ്റഫു അലാ അൻഫുസിഹിം. ധാരാളം തെറ്റ് ചെയ്ത എൻ്റെ അടിമകളെ, ലാ തഖ്നതു മിർ റഹ്മത്തില്ല, അള്ളാഹിൻ്റെ കാരുണ്യത്തിനെ തൊട്ടൊരിക്കലും നിങ്ങൾ നിരാശപ്പെടാൻ പാടില്ല. ഇന്നല്ലാഹ യഗ്ഫിറു ദുനൂബ ജമീഅ, എല്ലാ പാപങ്ങളും അള്ളാഹു പൊറുക്കും. ഇന്നഹു അൽ ഗഫൂറുർ റഹീം, അള്ളാഹു പൊറുത്തു തരുന്നവനാണ്, അള്ളാഹു കരുണ കാണിക്കുന്നവനാണ്. സൂറത്തു സുമറിൻ്റെ 53-ാമത്തെ ആയത്താണിത്. പ്രിയപ്പെട്ടവരെ, അള്ളാഹു ആരെയാണ് വിളിച്ചിട്ടുള്ളത്? യാ ഇബാദിയല്ലദീന അസ്റഫു അലാ അൻഫുസിഹിം, അമിതമായി തെറ്റ് ചെയ്ത എൻ്റെ അടിമകളെ. അള്ളാഹിൻ്റെ ആ വിളി നോക്കൂ നിങ്ങൾ. അമിതമായി തെറ്റ് ചെയ്ത എൻ്റെ അടിമകളെ, ലാ തഖ്നതു മിർ റഹ്മത്തില്ലാഹ്, അള്ളാഹിൻ്റെ കാരുണ്യം കിട്ടുകയില്ല എനിക്ക് എന്ന് നിങ്ങൾ ഒരിക്കലും വിചാരിച്ചു പോകരുത്. അള്ളാഹുവിൻ്റെ കാരുണ്യത്തിനെ തൊട്ട് ഒരിക്കലും നിങ്ങൾ നിരാശപ്പെടാൻ പാടില്ല എന്ന് അല്ലാഹു സുബ്ഹാനഹു തആല പറയുകയാണ്. കാരണം അള്ളാഹുവിൻ്റെ റഹ്മത്തിൻ്റെ ഇടമാണല്ലോ അവൻ്റെ സ്വർഗം. അള്ളാഹിൻ്റെ റസൂൽ എന്താ പറഞ്ഞത്? മമ്മാത ലാ യുശ്രികു ബില്ലാഹി ശൈഅ ദഖലൽ ജന്ന. അള്ളാഹ്ക്ക് ശിർക്ക് വെക്കാത്ത ആര് മരണപ്പെട്ടാലും അവർക്ക് സ്വർഗമുണ്ട് എന്നാണ് പുണ്യ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങൾ നമ്മെ പഠിപ്പിച്ചത്. അള്ളാഹുവിൻ്റെ ആ ഒരു കാരുണ്യം, അള്ളാഹു നമുക്ക് നൽകുന്ന അവൻ്റെ ആ സ്നേഹവായ്പ്, അത് എത്രത്തോളമാണ്! അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുന്നൊരു ഹദീസ് സ്വഹീഹുൽ ബുഖാരിയും സ്വഹീഹ് മുസ്ലിമും രേഖപ്പെടുത്തുകയാണ്. അള്ളാഹുവിൻ്റെ റസൂൽ പറയാൻ, ലമ്മാ ഖലഖല്ലാഹു അൽ ഖൽഖ കതബ ഫി കിതാബ്. അള്ളാഹു തആല സൃഷ്ടികളെയെല്ലാം പടച്ചപ്പോൾ അവൻ്റെ അർഷിൻ്റെ മുകളിൽ അള്ളാഹു അവൻ്റെ രേഖയിൽ എഴുതി വച്ചിട്ടുണ്ട്. ഫഹുവ ഇൻദഹു ഫൗഖൽ അർഷ്. അർഷിൻ്റെ മുകളിൽ ആ രേഖ അള്ളാഹു വെച്ചിട്ടുണ്ട്. എന്താണ് ആ രേഖയിലുള്ളത്? ആ രേഖയിൽ അള്ളാഹുവിൻ്റെ അർഷ് എന്ന അള്ളാഹുവിൻ്റെ സിംഹാസനത്തിൻ്റെ മുകളിലുള്ള ആ ഒരു ഗ്രന്ഥത്തിൽ എന്താണ് അള്ളാഹു രേഖപ്പെടുത്തിയിട്ടുള്ളത്? ഇന്ന റഹ്മതി തഗ്ലിബു ഖലബി. ഇതാണ് എഴുതിയിട്ടുള്ളത്. ഇന്ന റഹ്മതി, തീർച്ചയായും എൻ്റെ കാരുണ്യം, അത് തഗ്ലിബു ഖലബി, എൻ്റെ ദേഷ്യത്തെക്കാളും വലുതാണ്.
അതായത് ദേഷ്യത്തെ മികക്കുന്ന കാരുണ്യം എനിക്കുണ്ട്. നിങ്ങൾ എത്രത്തോളം തെറ്റ് ചെയ്താലും നിങ്ങൾക്ക് ഞാൻ കരുണ ചെയ്യും എന്നാണ് അള്ളാഹു പറയുന്നത്. കാരണം എൻ്റെ കോപം, എനിക്ക് കോപമുണ്ട്, പക്ഷേ എൻ്റെ കോപത്തെക്കാളും വലുത് എൻ്റെ കാരുണ്യമാണ് എന്ന് അള്ളാഹു ആണ് പറയുന്നത്. അള്ളാഹു പറയുന്നതായിട്ട് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയാണ്, അള്ളാഹുവിൻ്റെ അർശിൽ അങ്ങനെ രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്ന്. നോക്കൂ, എത്രത്തോളം അള്ളാഹു നമ്മളെ സ്നേഹിക്കുന്നു, അള്ളാഹു നമുക്ക് പ്രതീക്ഷ നൽകുന്നു. ഈ പ്രതീക്ഷക്കൊപ്പമാണ് പ്രിയപ്പെട്ടവരെ നമ്മളൊക്കെ നിലകൊള്ളേണ്ടത്. നമ്മുടെ ജീവിതത്തെ ഇങ്ങനെയാണ് നമ്മൾ മാറ്റേണ്ടത്. അള്ളാഹുവിൻ്റെ റസൂല് പറയാണ്, ജഅലല്ലാഹു റഹ്മത മിഅത ജുസ്, കാരുണ്യത്തിന് അള്ളാഹു 100 ഭാഗമാക്കിയിട്ടുണ്ട്. കാരുണ്യം 100 ഭാഗമാക്കി അള്ളാഹു. എന്നിട്ട് ഫഅംസക ഇൻദഹു 99 റഹ്മത്തും അള്ളാഹു അവിടെ തന്നെ വെച്ചിരിക്കുകയാണ്. അള്ളാഹുവിൻ്റെ അടുക്കൽ തന്നെ അള്ളാഹു സൂക്ഷിച്ച് വെച്ചിരിക്കുകയാണ്. എന്നാലോ വഅൻസല ഫിൽ അർളി ജുസ്അൻ വാഹിദ, ഒന്ന് മാത്രമേ അള്ളാഹു ഭൂമിയിലേക്ക് ഇറക്കിയിട്ടുള്ളൂ. ഒന്ന് മാത്രം. 99 അള്ളാഹിൻ്റെ അടുക്കലാണ്, ഒന്ന് മാത്രം അള്ളാഹു ഇറക്കി. അപ്പം അള്ളാഹിൻ്റെ കാരുണ്യത്തിന് അള്ളാഹു 100 ഭാഗമാക്കിയിട്ട് അത് 99 എണ്ണം അള്ളാഹുവിൻ്റെ അടുക്കൽ അവൻ പിടിച്ചു വച്ചു, ഭൂമിയിലേക്ക് ഇറക്കിയിട്ടില്ല. ഒന്ന് മാത്രമാണ് അള്ളാഹു ഭൂമിയിലേക്ക് ഇറക്കിയത്. എന്നിട്ട് അള്ളാഹു പറയാ, ഫമിൻ സാലിക്കൽ ജുസ്ഇ യതറാഹമുൽ ഖൽഖു യതറാഹമുൽ ഖലായിഖു. ഈ ഒരു ജുസ്ഇൽ നിന്നാണ് അള്ളാഹു നമുക്ക് ഭൂമിയിലേക്ക് ഇറക്കിയ ഈ ഒരു ഭാഗത്തിൽ നിന്നാണ് യതറാഹമുൽ ഖലായിഖു, സൃഷ്ടികൾ പരസ്പരം കാരുണ്യത്തോടെ വർത്തിക്കുന്നത്. അപ്പം നമ്മൾ ഭൂമിയിൽ കാണുന്ന കാരുണ്യങ്ങളില്ലേ, മാതാവ് മകനോട്, മകൻ മാതാവിനോട്, മകൻ പിതാവിനോട്, പിതാവ് മകനോട്, അയൽവാസിയോട്, കുടുംബത്തോട്, പാവപ്പെട്ടവരോട്, രോഗികളോട്, കുട്ടികളോട്, മുതിർന്നവരോട്, ഇങ്ങനെ തുടങ്ങി നാം കാണിക്കുന്ന നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിൽ അല്ലെങ്കിൽ സൃഷ്ടികളിൽ എപ്പോഴെങ്കിലുമൊക്കെ വരുന്ന കാരുണ്യമുണ്ടാവാറില്ലേ? ആ കാരുണ്യം മുഴുവനും ഈ ഒന്നിൽ നിന്നാണ്, ഭൂമിയിലേക്ക് ഇറക്കിയ ഒന്നിൽ നിന്നാണ്. മാത്രമല്ല ഒരു മൃഗം അതിൻ്റെ കുട്ടിക്ക് അപകടം വരുമെന്ന് പേടിച്ചത് കൊണ്ട് അതിൻ്റെ കാല് ഉയർത്തുന്ന ആ ഒരു കാരുണ്യം ഉണ്ടല്ലോ. കുട്ടി മുലപ്പാൽ കുടിക്കാൻ വരുമ്പോൾ ആ ചെറിയ പൈതലിന് ഒന്നും വരാതിരിക്കാൻ ആ മൃഗം, നമ്മുടെ നാട്ടിൽ നമ്മൾ കാണാറുണ്ടല്ലോ, അതിൻ്റെ കാല് ഉയർത്തി കൊടുക്കുന്നത്, ആ കുട്ടിക്ക് മുലപ്പാൽ കുടിക്കാൻ സൗകര്യം ചെയ്തു. ഇതുപോലും ഒരു കാരുണ്യമാണ്. അള്ളാഹു ഭൂമിയിലേക്ക് ഇറക്കിയ ഒരു കാരുണ്യത്തിൽ നിന്നാണ് ഈ ഒരു കാരുണ്യം ഉണ്ടാകുന്നത്. ആലോചിക്കുക, ഈ ഒരു കാരുണ്യത്തിൽ നിന്ന് ഇത്രത്തോളം വിശാലമായ കാരുണ്യമുണ്ടെങ്കിൽ അള്ളാഹു അവിടെ സൂക്ഷിച്ചു വച്ച 99 കാരുണ്യം എത്രത്തോളം വലുതായിരിക്കും. ലോകത്ത് കോടാനക്കോടി മനുഷ്യരും അല്ലാത്തവരും കാണിക്കുന്ന കാരുണ്യവും സ്നേഹവും എത്രത്തോളമാണ്. അതൊക്കെ ഈ ഒരു കാരുണ്യത്തിൽ നിന്നാണ്. ഭൂമിയിലേക്ക് അള്ളാഹു ഇറക്കിയ 100ൽ നിന്ന് ഒരു കാരുണ്യത്തിൽ നിന്നാണ്. എന്നാലോ 100ൽ 99 എണ്ണം പരലോകത്ത് അള്ളാഹു സൂക്ഷിച്ചു വച്ചിട്ടുണ്ട്. അത് യർഹമു ബിഹി ഇബാദഹു യൗമൽ ഖിയാമ, അന്ത്യനാളിൽ അള്ളാഹു അത് മുഅ്മിനീങ്ങളോട് കരുണ കാണിക്കാനാണ്. മുഅ്മിനീങ്ങൾക്ക് അള്ളാഹു സ്വർഗം കൊടുക്കാനാണ്. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. പ്രിയപ്പെട്ട, ഇതാണ് അള്ളാഹിൻ്റെ കാരുണ്യം. അതുകൊണ്ട് അള്ളാഹിൻ്റെ കാരുണ്യത്തെ എപ്പോഴും നമ്മൾ പ്രതീക്ഷിക്കണം, അള്ളാഹുവിൽ പ്രതീക്ഷ അർപ്പിക്കണം. അള്ളാഹു നമ്മൾ അനുഗ്രഹിക്കട്ടെ. എല്ലാവരും ദുആ ചെയ്യുക. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സല്ലി അലൈഹി വസല്ലം. എല്ലാവരും ഷെയർ ചെയ്യണേ.